വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എൻ്റെ കാതുകുത്ത് കഴിഞ്ഞു എന്ന് പറയുന്നത് ഒന്നും പറയണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര കോലാഹലങ്ങളായിരുന്നു. കാരണം എനിക്ക് കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു ഉള്ളിൽ കാത് കുത്തണം എന്നുള്ളത്. പക്ഷെ എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര പെയിൻഫുൾ ആണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പുറത്ത് പോയി കുത്തുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഉള്ളിൽ കുത്തുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്താണെങ്കിൽ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ട്, ഉള്ളിലാവുമ്പോൾ അതില്ല. അപ്പോൾ നമുക്ക് ഇൻഫെക്ഷൻ വരാനും, എനിക്കാണെങ്കിൽ ഭയങ്കര പസ് പ്രോബ്ലം ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് കാത് പ്രോബ്ലം ആവുമെന്നൊക്കെയുള്ള ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, പുള്ളിക്കാരി ഗൈനക്കോളജിസ്റ്റ് ആണ്. അങ്ങനെ പുള്ളിക്കാരിയോടാണ് ഞാൻ പറഞ്ഞത് എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ പുള്ളിക്കാരിയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ENT ഡോക്ടറാണ്. അപ്പോൾ അവരോട് ഒന്ന് എനിക്ക് കാത് കുത്തി തരുമെന്ന് വെച്ചു. അങ്ങനെ അവർ സംസാരിച്ചു, അവർ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഇന്ന് ഞാൻ കാത് കുത്തി. ഞാൻ വീട്ടിലായിരുന്നു രാവിലെ. ഫ്ലാറ്റിലാവുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇവരെ സ്കൂളിൽ വിടാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. ഈ ഇട്ടാവട്ടത്തിൽ കൂടെ എങ്ങോട്ട് ഓടിയാലും ഞാൻ പിടിക്കും മന്നുവിനെ. നേരെ പക്ഷേ വീട്ടിലാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം രാവിലെ എണീറ്റുണ്ടെങ്കിൽ വീടുകളാകുമ്പോൾ അങ്ങനെയാണല്ലോ, നമ്മൾ വാതിലൊക്കെ അങ്ങോട്ട് തുറന്നിടും. ഞാൻ ഇതിലേ പോകുമ്പോൾ മന്നു അതിലേ പോകും. മന്നു വീട് മുഴുവൻ ചുറ്റും. അപ്പം എന്താ പറയുക, വളരെ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ രണ്ടാണ് അതിനെ പാക്ക് ചെയ്ത് സ്കൂളിൽ വിട്ടിട്ടാണ് ഞാൻ പോയി കാത് കുത്തിയിട്ടൊക്കെ വന്നത്. എന്തായാലും ഞാൻ കാത് കുത്തിയത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാണാണോ മന്നു? രാവിലെ എണീറ്റ് നേരെ ടിവിയോ TV ഓഫ് ചെയ്യ്. പല്ല് തേച്ചോ? ഇതാണ് അമ്മയുടെ വീട്ടിൽ പോയാലുള്ള പ്രശ്നം. പറയണ ഒന്നും കേൾക്കില്ല. പിന്നെ അവനൊരു വിചാരമുണ്ട്, ഞാൻ ചീത്ത പറയുകയാണെങ്കിൽ അവിടെ ചോദിക്കാൻ നാനിയും ഉണ്ട് എന്നുള്ളത്. ഇനി ഈ ബ്രഷ് എടുത്തിട്ട് വീട് മുഴുവൻ നടന്നിട്ട് ബ്രഷ് ചെയ്യും. ഇതാണ് എപ്പോഴും സംഭവിക്കുന്നത്. ഇവനെയൊക്കെ മെരുക്കുന്ന സമയം ഉണ്ടെങ്കിൽ ഒരു ആനനെ തന്നെ മെരുക്കി എടുക്കായിരുന്നു എനിക്ക്. ഇത് ഇങ്ങോട്ടാ പോണത്? വീട് മുഴുവൻ ചുറ്റി നടന്നിട്ടാണ് പല്ല് വെക്കണത്. ഇനി റോഡിന് അങ്ങോട്ടേക്കാ പോണേ? അങ്ങോട്ട് ഞാൻ വരില്ല മന്നു, റോഡാണ്, ഇങ്ങോട്ട് പോരും, വാ. പല്ല് തേച്ച് കഴിഞ്ഞിട്ട് ഇനി ഒരു കുളിയുണ്ട്. ഓസ് എടുത്തിട്ട് അങ്ങോട്ട് ഇരിക്കും. ഇനി അവിടുന്ന് വിളിച്ചു കൊണ്ടുവരാൻ ഞാൻ പെടുന്ന പാട്. പിന്നെ സ്കൂൾ ഇവിടെ അടുത്തായതുകൊണ്ട് എനിക്ക് അത്ര പ്രോബ്ലം ഇല്ല. ഫ്ലാറ്റ് പോലെ അത്രയും ദൂരമില്ല. നല്ല ചൂട് പൊട്ട് കത്തിന്റെ അടി കൊണ്ടാണോ കുത്തിയിട്ടത്? നേനാ ബ്രേക്ക്ഫാസ്റ്റ് റെഡി, വാ. പുട്ട്, മുട്ട റോസ്റ്റ്, പഴം, ഓടി വാ. മന്നു മന്നു നാനി കൊടുക്കുന്നുണ്ട്. പഴം വേണോ? ഞാനും കൂടെ ഇരിക്കട്ടെ. കണ്ണൊന്നും എഴുതണ്ട. കണ്ണ് എഴുതണ്ടേ? എന്താ? എന്തായാലും കരയാൻ പോലെ ഫുള്ള് പരന്ന് കൊളാവും. ശരിയാണല്ലോ. അങ്ങനെ രണ്ടുപേരും റെഡിയായി. രണ്ടുപേരെ സ്കൂളിലേക്ക് വിടണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് പോയിട്ടൊരു കമ്മൽ സെലക്ട് ചെയ്യണം. എന്നിട്ട് നേരെ പോയിട്ട് കാത് കുത്തണം. വരും പക്ഷേ എൻ്റെ വയറിനാണോ സൗണ്ട് ഗുളു ഗുളു? പൊതുവെ നല്ല ബഹളം വെക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ എനിക്ക് ഉള്ളിനുള്ളിൽ നല്ല ബോധമുണ്ട് അപ്പുറം വീഡിയോ എടുക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് മാക്സിമം ഞാൻ കടിച്ച് പിടിച്ച് അങ്ങോട്ട് സഹിച്ചു കേട്ടോ. എന്ത് കമ്പനി വേണം?